തുടങ്ങാല്ലേ? ഹര ഹരോ. ഒരു ചർച്ചയിൽ ഒരു പാർട്ടിയുടെ 3 പ്രതിനിധികളെ പാനലിസ്റ്റുകളായി കൊണ്ടിരുത്തുന്നതിന്റെ സാങ്കത്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. അത് ഇപ്പൊ പണമുണ്ട്, അധികാരമുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ച സമയത്ത് അവർ കേരളത്തിൽ ജയിച്ചതൊക്കെ ഈ പണവും പത്രാസും പദവിയും കൊണ്ടാണോ? അതല്ല ഉദ്ദേശം. അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസ് ഇപ്പൊ ഈ കഴിഞ്ഞ 11 വർഷമല്ലേ കോൺഗ്രസ് ഈ രാജ്യത്ത് പ്രതിപക്ഷത്തിരുന്നിട്ടുള്ളൂ. അതിനു മുമ്പേ 10 കൊല്ലം UPA ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് കേരളത്തിൽ കുറെ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. കേന്ദ്രത്തിൽ ഭരണത്തിന്റെ പദവിയും പത്രാസും പണവും കൊണ്ടാണോ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത്? ഒരു കയ്യബദ്ധം. അപ്പൊ അതൊക്കെ ഒരു വെറുതെ ഇല്ലാത്തൊരു കാര്യം പറയണം. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പണവും പത്രാസും പദവിയും നോക്കിയിട്ടാണോ? അങ്ങനെയാണോ നമ്മൾ ജനങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള ശീലത്തെ ഇളക്കുന്നത്? ജനാധിപത്യത്തെ പരിഹസിക്കുന്നത് തുല്യമല്ലേ? ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല പോലെ നിങ്ങളിപ്പോൾ എപ്പോഴും പറയാറുണ്ട് കേരളം ഏറ്റവും പ്രബുദ്ധമാണ് എന്ന് നിങ്ങൾ തന്നെയല്ലേ പറയാറ്. ആ പ്രബുദ്ധമായ കേരളത്തിൽ ആളുകൾ വോട്ട് ചെയ്യുന്നത് പണവും പത്രാസും പദവിയും നോക്കിയിട്ടാണോ? കേന്ദ്രഭരണത്തിന്റെ സ്വാധീനം കൊണ്ടാണോ? അതിവിദൂരമല്ലാത്ത ഭാവിയിൽ രൂപപ്പെടാൻ വേണ്ടി പോകുന്ന ഇന്ത്യ സഖ്യമുണ്ട്, പരസ്യമായ ഇന്ത്യ സഖ്യം. ആ ഇന്ത്യ സഖ്യത്തെയും ഓവർകം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പല ഭാഗത്തായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം കാണിക്കുന്നത്. അത് ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആണ്. കൊല്ലാമ വിട മാട്ടെ.